ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ പുട്ട് നമ്മൾ കഴിക്കുമ്പം ഇത് ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല. ഓട്സിൻ്റെ മണമോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ നമുക്കിത് വറുത്ത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 1.5 കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഓട്സ് നമ്മൾ വറുത്തിട്ടൊന്നുമില്ല. സാധാരണ നമ്മുടെ ഓട്സാണ്, വൈറ്റ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്തിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട. നമ്മൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കണം. വെള്ളം ഒരിക്കലും ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് പതുക്കെ നനച്ചെടുക്കുകയോ ചെയ്യാവൂ. ഇതിനകത്ത് വെള്ളം കൂടി പോയാൽ നമ്മുടെ പുട്ട് കറക്റ്റായിട്ട് കിട്ടത്തില്ല. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് പതുക്കെ ഈ നമ്മുടെ ഓട്സ് എല്ലാം ഒന്ന് നനച്ചെടുക്കണം. ഈ ഓട്സ് കൊണ്ട് സാധാരണ എല്ലാവരും ഓട്സ് കഞ്ഞിയാണ് വെച്ച് കഴിക്കുന്നത്. ഈ ഓട്സ് കഞ്ഞി വെച്ച് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഇതുപോലെ വല്ലപ്പോഴുമൊക്കെ ഓട്സ് കൊണ്ട് പുട്ട്, ഇഡലി, അതുപോലെ തന്നെ ഓട്സ് കൊണ്ട് തോരൻ ഉണ്ടാക്കാം, ഉപ്മാ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്നും നമ്മൾ ഈ ഓട്സ് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാതെ ഇതുപോലൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. ഓട്സിൻ്റെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ വളരെ നല്ലതാണിത്. അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓട്സ് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഓട്സൊക്കെ കുറച്ചൊന്ന് നനഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തളിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ നനച്ചെടുക്കാനായിട്ട്. ഇതിനകത്ത് എത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ അളവൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അതൊക്കെ നമ്മൾ ഓട്സ് എടുക്കുന്നതിൻ്റെ അളവനുസരിച്ചിരിക്കും. പക്ഷേ എപ്പോഴും നമ്മുടെ ഈ ഓട്സ് നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേ നമ്മൾ കയ്യിൽ വെച്ചെടുത്താണ്ട് ഇതുപോലെ അമർത്തിയെടുക്കുമ്പോൾ ഈ രീതിയിൽ കിട്ടണം. ഇതാണ് നമ്മുടെ ആ ഓട്സിൻ്റെ പുട്ടിനുള്ള കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ കിട്ടണം. ഇത് ഒരുപാട് വെള്ളമായിട്ടൊക്കെ തോന്നും, പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഇതാണ് കറക്റ്റ് പരുവം കേട്ടോ. അപ്പോൾ കയ്യിൽ വെച്ചൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടണം. അപ്പോൾ നമ്മുടെ ഓട്സ് ഒക്കെ ദാണ്ട ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ ഓട്സ് നല്ല രീതിയിൽ നനഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഓട്സിൽ നല്ല രീതിയിൽ പിടിച്ച് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്തിലെ വെള്ളമൊന്നും കൂടുതലല്ല, ഇത് കറക്റ്റ് പരുവമാണെന്ന്. നമ്മളിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ ഇത് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇനി ഞാൻ ഈ ഓട്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളം നനവില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറായിരിക്കണം എടുക്കേണ്ടത്. ഓട്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ, വെള്ളം നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഓട്സിൽ നിന്നും പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഒന്ന് പൾസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ മിക്സിയിലിട്ട് അരയ്ക്കുന്നത് പോലെ ഒന്ന് കറക്കിയെടുക്കുക മാത്രം ചെയ്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ഇത് കറക്റ്റ് പരുവമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാണ്ടേ ഞാനിത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, എല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ പുട്ടുപൊടിയുടെ കൂട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. അപ്പം ഒരു ബാച്ചും കൂടെ ഉണ്ട്, അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. ഇനിയിപ്പം നമ്മൾ ഇത് നനച്ചെടുക്കുമ്പോൾ അല്പം വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സാധാരണ ഓട്സ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് ഓട്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ദാണ്ട നമ്മുടെ പൊടിയൊക്കെ നല്ല കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് പൊടിയായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ദാണ്ട കുറച്ച് തേങ്ങ ചിരകി ഇവിടെ വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്.
തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മുടെ ഈ പുട്ടുപൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ഇതിൻ്റെ നടുക്കൊക്കെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇതിൻ്റെ ആ താഴ്വശത്ത് മാത്രമേ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ തേങ്ങയൊക്കെ നേരത്തെ ചിരകി വെച്ചിരുന്നാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിതിലേക്ക് പൊടി നിറച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് കുത്തി നിറച്ച് ഇട്ട് കൊടുക്കരുത്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പുട്ടുകുടത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുട്ടുകുറ്റി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റിനകം തന്നെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ആവി വരും. നമ്മുടെ ഗോതമ്പ് പുട്ടിൻ്റെ കൂട്ടൊന്നുമല്ല, പെട്ടെന്ന് തന്നെ 3 മിനിറ്റ് തന്നെ വേണ്ട, 2 മിനിറ്റ് തന്നെ മതിയാകും. അപ്പം ഞാൻ നമ്മുടെ പുട്ടുകുറ്റിയുടെ ആ ടോപ്പും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പുട്ട് നല്ലതുപോലെ ആവി വന്ന് ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പുട്ടാണ്, നല്ലൊരു മണമാണ് വരുന്നത്. അങ്ങനെ പൊടിഞ്ഞൊന്നും പോകില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ഓട്സ് നനച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നനച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, ഗോതമ്പ് പുട്ടിൻ്റെ കൂട്ട് തന്നെ ഇരിക്കും, പക്ഷേ ആ ടേസ്റ്റ് ഒന്നും അല്ല. പിന്നെ ഈ പുട്ടുണ്ടാക്കുമ്പോഴേ പച്ചക്കറിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് തേങ്ങയുടെ കൂടെ ചേർത്തോ അല്ലെങ്കിൽ തേങ്ങയ്ക്ക് പകരം ചേർത്തോ അങ്ങനെയൊക്കെ വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് പുട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് വറക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് ചൂടാറാനായിട്ടൊക്കെ നിൽക്കുക, അങ്ങനെയൊക്കെ വേണം. പക്ഷേ ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ഓട്സ് നനച്ചെടുക്കുമ്പോഴേ വെള്ളം കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓട്സിന് പകരം ഗോതമ്പ് പൊടിയുടെ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല കറക്റ്റ് പരുവായിട്ട് നമുക്ക് കിട്ടും. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ആ പുട്ടിൻ്റെ കൂടെ ഞാൻ 2 പപ്പടം കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ചെറുപയർ കറിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതാ കണ്ടില്ലേ, നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.